എന്താണ് കോക്രോച്ച് ജനതാ പാർട്ടി അല്ലെങ്കിൽ CJP? പാറ്റ പാർട്ടി, പാട്ട ജനതാ പാർട്ടി എന്നും പറയേണ്ടി വരും. ഇന്ത്യയിൽ പാകിസ്ഥാനിലൊക്കെ വളരെ സജീവമായി ഈ CJP. അമേരിക്കയിലെ ബോസ്റ്റണിൽ പഠിക്കുന്ന 30 വയസ്സുള്ള അഭിജിത്ത് ദീപക് എന്ന ഒരാളാണ് ഈ 22.5 മില്യൺ ആൾക്കാർ കണ്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ. ദീപകിന് 30 വയസ്സുണ്ട്, ബോസ്റ്റണിൽ പഠിക്കുകയാണ്. നേരത്തെ ദീപക് ആം ആദ്മി പാർട്ടിയുടെ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ വിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി അമേരിക്കയിൽ ഇപ്പം പഠിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു വെബ്സൈറ്റ് അദ്ദേഹം തുടങ്ങിയത്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ഒരു റിമാർക്കാണ് ഇതിന് ഉപോത്ബലകമായി ഇവർ സ്വീകരിച്ചത്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ, ഒരു നിരീക്ഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനൊന്നും അവർക്ക് ജോലി ലഭിക്കുന്നില്ല. അത് തന്നെയല്ല, അവർക്ക് ഒരു പ്രൊഫഷനുമില്ല. ജോലി ലഭിക്കുന്നില്ല മാത്രമല്ല, അവർക്കൊരു ജീവിത രീതിയും കൂടെ ഇല്ല. അവർ സോഷ്യൽ മീഡിയയിലും അതുപോലെ RTI ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് ഒരു പാറ്റയോടാണ് അദ്ദേഹം കമ്പയർ ചെയ്തത്. പാറ്റ നമുക്കറിയാം പാരസൈറ്റാണ്. പാറ്റ ബ്ലാട്ടോഡിയ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമിയിലുണ്ട്. അവനെ ഏത് സാഹചര്യത്തിലും, ഏത് തണുപ്പിലും, ഏത് ചൂടിലും പാറ്റ സർവൈവ് ചെയ്യും. നമുക്കറിയാം പാറയുടെ ഇടയ്ക്കൊക്കെ ഇതുങ്ങൾക്ക് ജീവിതം ഉണ്ട്. എത്ര ചൂടുണ്ടെങ്കിലും ശരി, എത്ര തണുപ്പുണ്ടെങ്കിലും പാറ്റ അതിനെ അതിജീവിക്കും. അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യരും മരിച്ചു പോയാലും ശരി, പാറ്റ മറ്റു മൃഗങ്ങളും മരിച്ചു പോയാലും ശരി, അല്ലെങ്കിൽ മൃഗങ്ങളും അതുങ്ങളുടെയൊക്കെ ജീവിതം പോയാലും ശരി, പാറ്റ മാത്രം സർവൈവ് ചെയ്യും എന്നൊരു കണ്ടെത്തലൂടെയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പാറ്റയെ കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ ചാടി ഓടി രക്ഷപ്പെടും. ആ വർഗത്തിനെ നശിപ്പിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കമ്പാരിസൺ. കുട്ടികൾ ജോലിയില്ല, അവർക്ക് പ്രൊഫഷനില്ല, അവർ ITIയിലും RTIയിലും ആക്ടിവിസ്റ്റായിട്ടും ഒക്കെ നടക്കുന്നു, സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കമ്പാരിസണാണ് അദ്ദേഹം ചെയ്തത്. അത് കണ്ടുകഴിഞ്ഞപ്പോഴാണ് ഈ അമേരിക്കയിലെ ബോസ്റ്റണിലുള്ള അദ്ദേഹം കോക്രോച്ച് ജനതാ പാർട്ടി CJP രൂപീകരിച്ചത്. 22.5 മില്യനാണ് അതിനകത്ത് അംഗങ്ങളായി വന്നവർ. അതുപോലെ തന്നെ പാകിസ്ഥാനിലും ഇത് വളരെ സജീവമായി. പാകിസ്ഥാനിൽ ഇത് അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ട് തന്നെ പൊളിറ്റിക്കലായിട്ടും വന്നിട്ടുണ്ട്. അവിടെ കോക്രോച്ച് അവാമി ലീഗ് എന്നും കോക്രോച്ച് അവാമി പാർട്ടി എന്നും അതുപോലെ തന്നെ മുന്നാഹിദ അവാമി പാർട്ടി എന്നും ചില സംഘടനകൾ, ചില പ്ലാറ്റ്ഫോമുകൾ അവിടെ വന്നു കഴിഞ്ഞു. അതൊക്കെ വളരെ സജീവമായിട്ടുണ്ട് ഇപ്പം പാകിസ്ഥാനിലും. മെയ് 16 കോക്രോച്ച് ജന്മമെടുത്തത്, അല്ലെങ്കിൽ CJP ജന്മമെടുത്തത്. ഒരു കൊടുങ്കാറ്റ് പോലെ അത് ഇന്ത്യയിൽ മുഴുവൻ പ്രചാരം ലഭിച്ചു. ആവാമി പാർട്ടിയിലെ പൊളിറ്റിക്കൽ വിങ് കൈകാര്യം ചെയ്ത ആളാണ്, 30 വയസ്സുകാരനാണ്, അമേരിക്കയിൽ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ശരി, ഈ ഒരു നീക്കം അത് അദ്ദേഹത്തിൻ്റെ ആ പ്ലാറ്റ്ഫോമിൽ അത് കുറച്ച് ദിവസത്തിന് അത് ഹാക്ക് ചെയ്തു, അത് വെളിയിൽ വന്നില്ല. എങ്ങനെ സംഭവിച്ചു എന്ന് അറിയത്തില്ല. അതിനകത്ത് അഭിജിത്ത് പറയുന്നുണ്ട് താൻ ഒരു പൊളിറ്റിക്കൽ കാര്യത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല. പക്ഷേ അവർ നീറ്റ് UGCയിലെ നമുക്കറിയാം, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെളിയിൽ വന്നു. ധാരാളം കുട്ടികൾ അതിൽ കഷ്ടപ്പെട്ടു. കുറേ പേര്, 3-4 പേര് ആത്മഹത്യ ചെയ്തൊക്കെ കണ്ടു. നീറ്റ് പരീക്ഷ വീണ്ടും നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റുപോയി. അത് ബേസ് ചെയ്ത് തട്ടിയ ഇതിനകത്ത് ഈ ബോസ്റ്റണിലുള്ള 30 വയസ്സൻ അഭിജിത്ത് ദീപക് തുടങ്ങി വെച്ചത്. അത് വളരെ വൈറലായി. അത് ഇന്ത്യയിൽ നമുക്കറിയാം, ജെൻസിയുടെ വളരെയധികം ആൾക്കാർ ഇതിനകത്ത് അംഗങ്ങളായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇത് ഹാക്ക് ചെയ്തപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഇതിനെപ്പറ്റി ഒരു കമൻ്റ് ഇടാൻ പോലും പുള്ളിക്ക് പറ്റുന്നില്ല. പുള്ളി ഒരു കാര്യത്തിനും ആഹ്വാനം ചെയ്തിട്ടില്ല. അതേ സമയത്ത് പോസ്റ്റിൽ അദ്ദേഹം ഇതിന് ചില മറുപടികൾ പറഞ്ഞു. അന്നേരം അദ്ദേഹത്തിന് വധഭീഷണി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരു കാര്യത്തിലും ഈ ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം ഒരു കമൻറ്റും ഇട്ടിട്ടില്ല.
അങ്ങനെ ആരെങ്കിലും ഇടുന്നുണ്ട് എന്ന് വിചാരിച്ചാൽ അത് എൻ്റേതല്ല എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങൾ പല സ്ഥലത്തും ഈ കോക്രോച്ചിൻ്റെ മാതൃകയിലെ പല സോഷ്യൽ മീഡിയയിലും പല അക്കൗണ്ടുകളും തുറന്നു കഴിഞ്ഞു. ഇതിനകത്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇയാൾ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. നിലവിലെ ഒരു പ്ലാറ്റ്ഫോമിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലും അക്സസ് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എക്സ്പോസ്റ്റിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ആ എക്സ്പീരിയൻസും ഈ രാജ്യത്തെ ജൻസിയിലുള്ളവർക്ക് ജോലിയില്ല, അവർക്ക് പ്രൊഫഷനില്ല, അവർക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, അവർ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നോക്കി സമയം കടന്നു, അല്ല സിനിമ കണ്ട് സമയം കളയുന്നു, അല്ലാതെ ഒരു പ്രൊഫഷൻ ഇല്ല, അതിനുള്ള സംവിധാനം ഇന്ത്യയിലില്ല എന്നുള്ള ധ്വനി വന്നതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ നിമിഷത്തിൽ തന്നെ 10 ലക്ഷം ആൾക്കാരോളം ഇത് കണ്ടിരിക്കുന്നു എന്നാണ് തുടക്കത്തിൽ കേട്ടത്. എന്തായാലും ഈ ജെൻസി പോലുള്ള ഈ സോഷ്യൽ മീഡിയ കോക്രോച്ച് ജനതാ പാർട്ടി CJM അതിനകത്ത് അവർ ഒരു കാര്യത്തിനും ആഹ്വാനം ചെയ്തില്ലെങ്കിലും അവർ അക്കൗണ്ടുകളെല്ലാം സജീവമായി അതിപ്പോൾ ഹാക്ക് ചെയ്തെങ്കിലും വീണ്ടും അത് തിരിച്ചു വന്നു എന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും അത് പരിശോധിച്ചാൽ ചിലപ്പോൾ നമുക്ക് ലഭിക്കത്തുമില്ല. ഏതായാലും കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ പല അംഗങ്ങളും അത് ജെൻസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. നമുക്കറിയാം ജെൻസിയിലെ പ്രവർത്തനം മൂലമാണ് നേപ്പാളിലെ ഒരു ദിവസം കൊണ്ട് ജെൻസിക്കൂടെ അവരുടെ അഭിപ്രായങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവിടുത്തെ പ്രധാനമന്ത്രി അവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വന്നത് നമുക്കറിയാം. ജെൻസിയുടെ പ്രവർത്തനം ബംഗ്ലാദേശിലും വന്നിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജെൻസിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. അത് രാഷ്ട്രീയത്തിന് എതിരായ ഒരു ത്രെട്ട് പോലെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ ചില പ്രതിഭാസങ്ങൾ നമ്മൾ കണ്ടു. ജെൻസിയുടെ ആൾക്കാർ കൂടുതലുള്ളതാണ് വിജയ് അവിടെ 108 സീറ്റുകളോളം ഒറ്റയടിക്ക് കൈവശപ്പെടുത്തുക ജെൻസിയുടെ പ്രവാഹമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അധികാരത്തിൽ വരികയും മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. അതുപോലെ അത് 118 അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിക്കത്തില്ലെങ്കിലും മറ്റ് ചെറിയ പാർട്ടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ജെൻസി പ്രവാഹമാണ്. അതുകൊണ്ട് റീജിയണൽ പാർട്ടികളിൽ പല സ്ഥലത്തും ഇതുപോലെയുള്ള ജെൻസി പ്രവാഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.